ഡാ കാശി, ഇന്നലെ നിന്നോട് അവളെ പോയി പെണ്ണ് കാണാൻ പറഞ്ഞ ദിവസം കാശിയുടെ അമ്മ വന്ന് അവനോട് പറഞ്ഞു. അതേ അമ്മേ, ഇന്നാണ്. അവൻ ഫോണിലേക്ക് നോക്കി തന്നെ മറുപടി പറഞ്ഞു. അത് കണ്ടതും അവൻ്റെ അമ്മ കയ്യിലെ ചട്ടുകം കൊണ്ട് അവനെ ചെറുതായിട്ടൊന്ന് തല്ലി. ഓ, എന്താ അമ്മേ? ഡാ ചെക്ക, നിന്നോടല്ല ഞാൻ പറയുന്നത്. നിനക്ക് അപ്പോഴും ഫോണിൽ നോക്കാനേ സമയമുള്ളൂ. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? അല്ലെങ്കിലും ഞാൻ പറയുന്നത് ആര് കേൾക്കാൻ? എനിക്ക് പറയാൻ നീ തന്നെയുള്ളൂ എന്നൊരു ചിന്ത നിനക്കില്ലല്ലോ. എൻ്റെ മഹിയേട്ടനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഞാൻ പറയുന്നതിനൊരു കേൾവിക്കാരനായി എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. ഇതാര് കേൾക്കാൻ ഞാൻ പറയുന്നത്? സാരി തലപ്പ് കൊണ്ട് കണ്ണുനീർ തോത്തി അവൻ്റെ അമ്മ ലക്ഷ്മി പറഞ്ഞു. അത് കേട്ടതും കാശിക്കും വിഷമമായി. അവൻ പെട്ടെന്ന് ഫോൺ പോക്കറ്റിലേക്കിട്ട് സോഫയിൽ നിന്ന് എണീറ്റ് അമ്മയ്ക്കരികിലേക്ക് വന്നു. ഷോ, എൻ്റെ അമ്മ എന്ത് ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ പോലെ കരയാൻ നിൽക്കുകയാണോ? അമ്മ പറയുന്നത് കേൾക്കാനല്ലേ ഞാനിവിടെ ഉള്ളത്. പിന്നെന്തിനാ എൻ്റെ ലച്ചുകുട്ടി കരയുന്നത്? അവൻ അമ്മയെ അവൻ്റെ മുന്നിലേക്ക് പിടിച്ചു തിരിച്ച് താടിത്തുമ്പ് പിടിച്ചുയർത്തി പറഞ്ഞു. എന്നിട്ടാണോ ഞാൻ എത്ര കാലമായി ഒരു പെണ്ണ് കെട്ടിക്കൊണ്ടുവരാൻ പറയുന്നു? നീ ഇതുവരെ അത് സാധിച്ചു തന്നോ? ഇല്ലല്ലോ. കണ്ണ് നിറച്ച് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് കേട്ടതും അവൻ്റെ മുഖം മാറി. എൻ്റെ അമ്മേ, ഇതല്ലാതെ അമ്മയ്ക്ക് വേറൊന്നും പറയാനില്ലേ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് പറ്റിയ പെണ്ണിനെ ഞാൻ നേരിൽ ഇതുവരെ കണ്ടിട്ടില്ലെന്ന്. അവൻ മുഖം മാറ്റിയത് പറഞ്ഞതും അവൻ്റെ അമ്മ വീണ്ടും കരയാൻ തുടങ്ങി. അല്ലെങ്കിലും എനിക്കാകെ ആണായും പെണ്ണായും ഈശ്വരൻ നിന്നെ തന്നിട്ടുള്ളൂ. നീ ഒന്ന് കെട്ടി കണ്ടിട്ട് വേണം എനിക്കെൻ്റെ മഹിയേട്ടൻ്റെ അടുത്തേക്ക് പോവാൻ. അവനെ നോക്കാതെ പിന്തിരിഞ്ഞ് നടന്നുകൊണ്ട് അമ്മ പറഞ്ഞു. അത് കേട്ടതും അവൻ്റെ മുഖം ചുവന്നു തുടുത്തു. എന്താ അമ്മേ, അച്ഛൻ്റെ അടുത്തേക്ക് പോവാൻ അച്ഛനെന്താ ടൂറ് പോയതാണോ? അതേ ദേഷ്യത്തോടെ തന്നെ അവൻ ചോദിച്ചു. അല്ലടാ, അച്ഛൻ ടൂറ് പോയതല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരുപാട് ഏട്ടൻ്റെ അരികിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയുമോ? നീ ഓഫീസിൽ പോയാൽ ഞാൻ ഇത്രയും വലിയ വീട്ടിൽ തനിച്ചാണ്. എനിക്ക് കൂട്ടിന് ലീലാമ്മ അവളുടെ ജോലി കഴിഞ്ഞ് പോയാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ? നിന്നോട് ഞാൻ എത്രയായി പറയുന്നു ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ. നീ കേട്ടോ? ഇല്ലല്ലോ. അപ്പം ഞാൻ ഏട്ടൻ്റെ അരികിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. അവൻ്റെ അമ്മ ദേഷ്യത്തോടെ അത് പറഞ്ഞ് മുന്നിലേക്ക് നടന്നതും അവൻ അമ്മ പറഞ്ഞത് ഫീൽ ചെയ്തു. അവൻ പെട്ടെന്ന് അമ്മയ്ക്കരികിലേക്ക് ചെന്ന് അമ്മയുടെ കയ്യിൽ പിടിച്ചു. അമ്മേ, ഒത്തിരി ഇഷ്ടത്തോടെ അമ്മയെ വിളിച്ചത് കേട്ടതും ലക്ഷ്മി തിരിഞ്ഞു നോക്കി. ഞാൻ അമ്മ പറയുന്ന പെണ്ണിനെ കെട്ടിക്കോളാം, പോരെ? അത് ചോദിച്ച് അമ്മയെ ഇറുക്കെ പുണർന്നു. അവൻ്റെ മറുപടി കേട്ടതും ലക്ഷ്മിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. സത്യമാണോ മോനെ നീ പറഞ്ഞത്? കാശിയെ ചേർത്ത് പിടിച്ച് ലക്ഷ്മി ചോദിച്ചു. അതേ അമ്മേ, എൻ്റെ അമ്മ ഇത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സമ്മതമാണ് അമ്മ പറയുന്ന ഏത് പെണ്ണിനെയും കെട്ടിക്കൊണ്ടുവരാൻ. അതും പറഞ്ഞ് അമ്മയുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി അവൻ മുകളിലേക്ക് കയറി. കാശി മുകളിലേക്ക് പോയതും അമ്മയുടെ മനസ്സിൽ സന്തോഷമായിരുന്നു. അവനൊരു കല്യാണത്തിന് സമ്മതിച്ചല്ലോ എന്നോർത്ത്. എന്നാൽ ഇതേ സമയം കാശിയുടെ മനസ്സിൽ വല്ലാത്തൊരു മരവിപ്പായിരുന്നു. തനിക്കിതുവരെ ഒരു പെണ്ണിനോടും ഇഷ്ടം തോന്നിയിട്ടില്ല എങ്കിലും ഒരു മിന്നായം പോലെ അമ്പലത്തിൽ അമ്മയുടെ കൂടെ പോയപ്പോൾ അവിടെ നിന്നൊരു പെൺകുട്ടിയെ കണ്ടിരുന്നു. അന്ന് അവൾ കയറിക്കൂടിയതാണ് തൻ്റെ മനസ്സിൽ. പക്ഷേ പിന്നെ അവളെ കാണാൻ വേണ്ടി മാത്രം താൻ അമ്പലത്തിൽ പോയിട്ടും അവളെ കണ്ടിട്ടില്ല. വിവാഹമെന്നോർക്കുമ്പോൾ അവൾ മാത്രമാണ് തൻ്റെ മനസ്സിൽ. എന്തോ അവളെയല്ലാതെ വേറൊരു പെണ്ണും എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. അത്രത്തോളം സുന്ദരിയായിരുന്നു അവൾ. നിറയെ പീലികളുള്ള വിടർന്ന കണ്ണും ഒരു പ്രത്യേക ഭംഗിയുള്ള മൂക്കും ചുവന്ന് തുടുത്ത ചുണ്ടും അരയോളമുള്ള മുടി വിടർത്തിയിട്ട് ഒരു പച്ച കളർ ധാവണിയുടുത്ത് ഒരു ദേവതയെ പോലെയായിരുന്നു അന്ന് താൻ അവളെ കണ്ടപ്പോൾ. പിന്നെ ഒരുപാട് അവളെ അന്വേഷിച്ചു, പക്ഷേ എവിടെയും കണ്ടില്ല. തൻ്റെ കലിപ്പ് സ്വഭാവമായതുകൊണ്ട് തന്നെ ഓഫീസിലെ ഏതൊരു പെൺകുട്ടിയും കൂടുതൽ എൻ്റെ അടുത്ത് സംസാരിക്കില്ല. അതുകൊണ്ടൊരു പ്രണയമില്ല. ഇപ്പം അമ്മയോട് വിവാഹത്തിന് സമ്മതമെന്ന് പറഞ്ഞപ്പോൾ മുതൽ എന്തോ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. ഇനി എന്ത് നടക്കും തൻ്റെ ജീവിതത്തിൽ? അത് മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. എന്നാൽ ഇതേ സമയം ശിവദാസിൻ്റെ വീട്ടിൽ ശിവദാസിൻ്റെയും ജലജയുടെയും ഇളയ മോളാണ് അനുശ്രീ എന്ന അനു. അവളുടെ മൂത്തത് കിരൺ എന്ന കിശു. ദുബായിൽ ഭാര്യയുമായി സെറ്റിൽഡാണ്. മോളെ, നാളെ അവർ നിന്നെ കാണാൻ വരും. പെട്ടെന്ന് തന്നെ വിവാഹം വേണമെന്നാണ് കാശിയുടെ അമ്മ പറഞ്ഞത്. മോൾക്കെതിരൊന്നും ഇല്ലല്ലോ? ഇല്ല അച്ഛാ, വർഷങ്ങളായുള്ള എൻ്റെ പ്രണയം അച്ഛനും അമ്മയും മനസ്സറിഞ്ഞ് സ്വീകരിച്ചപ്പോൾ തന്നെ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്.
ഞാൻ പ്രണയിക്കുന്നത് കലിപ്പൻ അറിഞ്ഞില്ലെങ്കിലും അവൻ്റെ അമ്മയും എൻ്റെ അച്ഛനും അമ്മയും അറിയുമല്ലോ. അതാണ് എൻ്റെ പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ കോമഡി. അനു ചിരിച്ചുകൊണ്ട് അവരോടായി പറഞ്ഞു. എൻ്റെ അനു, ഇതിനുള്ളത് അവൻ്റെ കയ്യിൽ നിന്നും കിട്ടുമ്പോൾ നീ തന്നെ വാങ്ങിക്കൊള്ളണം. ഇത്രയും വർഷം അവൻ അറിയാതെ അവനെ മറഞ്ഞു നിന്ന് കണ്ട് പ്രണയിച്ചതിനും നിന്നെ അന്വേഷിച്ച് അവൻ വരുമ്പോൾ അവൻ കാണാതെ മറഞ്ഞു നിന്നതിനും എല്ലാം കൂടി അവൻ തരും. അപ്പോഴും ഈ ചിരി വേണം. അമ്മ അവളെ നോക്കി തമാശയോടെ പറഞ്ഞതും അവളുടെ ചിരിയൊന്ന് കുറഞ്ഞു. മനസ്സിൽ ചെറിയൊരു ഭയം വന്നതുപോലെ തോന്നി അവൾക്ക്. നമുക്ക് നോക്കാം അമ്മേ, കാശി എങ്ങനെ പ്രതികരിക്കുമെന്ന്. നോക്കാം. അത് പറഞ്ഞെല്ലാവരും കിടക്കാൻ പോയി. അനു കാശിയെ സ്വപ്നം കണ്ട് നിദ്രയെ പുൽകി. പിറ്റേന്ന് രാവിലെ കാശി എഴുന്നേറ്റപ്പോഴേ അവനിൽ ഒരു പോസിറ്റീവ് എനർജി വന്നതുപോലെ അവൻക്ക് ഫീൽ ചെയ്തു. പിന്നെ അവൻ അത് മൈൻഡ് ചെയ്യാതെ അവൻ്റെ വർക്കൗട്ടും ഓഫീസിൽ നിന്ന് ചെക്ക് ചെയ്യാനുള്ള മെയിലും എല്ലാം ക്ലിയറാക്കി അവൻ ഫ്രഷായി താഴേക്ക് പോയി. മോനെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്, നമുക്ക് പോവണ്ടേ പെണ്ണിൻ്റെ വീട്ടിലേക്ക്? അവനെ കണ്ടതും അമ്മ ചോദിച്ചു. എന്താ അമ്മേ, ഇത്ര നേരത്തെ പോവണോ? അവൻ താല്പര്യമില്ലാതെ ചോദിച്ചു. അത് മോനെ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ മോനെ ഹാപ്പിയാകും, പോരെ? അമ്മ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞ് ഡ്രസ്സ് മാറ്റാനായി പോയി. അങ്ങനെ രണ്ടുപേരും ഡ്രസ്സ് ചെയ്ത് അനുവിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോഴും കാശിയുടെ മനസ്സിൽ എന്തായിരിക്കും അമ്മ പറഞ്ഞ സർപ്രൈസ് എന്നായിരുന്നു. ഇതേ സമയം അനുവിൻ്റെ വീട്ടിൽ. മോളെ, ഒരുക്കം കഴിഞ്ഞില്ലേ? നിന്റെ കലിപ്പൻ നിന്നെ എടുത്ത് എറിയാതിരുന്നാൽ മതിയായിരുന്നു, ഇതുവരെ അവനെ കളിപ്പിച്ചതിന്. അച്ഛൻ ചിരിയോടെ അനുവിനോടായി പറഞ്ഞു. ഹേയ്, എൻ്റെ കാശിയേട്ടൻ അങ്ങനെ കുറ്റം പറയണ്ട. എൻ്റെ ഏട്ടൻ പാവാണ്, അവൾ കുറുമ്പോടെ പറഞ്ഞു. നമുക്ക് നോക്കാം. അതും പറഞ്ഞ് അച്ഛൻ പോയി. കുറച്ചു കഴിഞ്ഞതും ജലജയ്, അവർ വന്നോട്ടോ. ശിവദാസ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. പിന്നെ അവരെ സ്വീകരിക്കലായിരുന്നു. പക്ഷേ അപ്പോഴും കാശി വല്ലാതെ അവരെ മൈൻഡ് ചെയ്തിരുന്നില്ല എന്നായിരുന്നു സത്യം. പിന്നെ കുറച്ച് സമയം അവർ സംസാരിച്ചിരുന്നു. അല്ല ജലജയ്, മോളെ വിളിക്കണ്ടേ? ലക്ഷ്മി ജലജയോടായി പറഞ്ഞു. വിളിക്കാം ലക്ഷ്മി. അതും പറഞ്ഞ് ജലജ അകത്തേക്ക് പോയി. മോളെ അനു, വാ, നിന്റെ കലിപ്പൻ്റെ മുന്നിലേക്ക് പോവണ്ടേ? അമ്മ കളിയാക്കി പറഞ്ഞതും അവൾ അവരെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ആ, നീ എന്നെ നോക്കണ്ട, ചെല്ല്, അവർക്ക് ജ്യൂസ് കൊടുത്തിട്ട് കാശിമോന് മുഖം കാണിച്ചു വാ. എൻ്റെ കാശിയേട്ടനെ കളിയാക്കണ്ട, പാവാണ് എൻ്റെ കലിപ്പൻ. അതും പറഞ്ഞവൾ ജ്യൂസ് ട്രേ എടുത്ത് അവരുടെ അടുത്തേക്ക് നടന്നു. ഓറഞ്ച് സാരിയായിരുന്നു അവൾ ഉടുത്തിരുന്നത്. അനുപതിയെ കാശിയുടെ മുന്നിൽ വന്ന് ട്രേ അവൻ്റെ അടുത്തേക്ക് താഴ്ത്തി. പക്ഷേ അപ്പോഴും അവൻ ഫോണിൽ തന്നെയായിരുന്നു ശ്രദ്ധ. പിന്നെ അവൻ്റെ അമ്മ ഒന്ന് തട്ടിയപ്പോൾ അവൻ പെണ്ണിനെ നോക്കാതെ ഒരു ഗ്ലാസ് ജ്യൂസ് അതിൽ നിന്നും എടുത്തു. വീണ്ടും ഫോണിലേക്ക് നോക്കി. അനു പിന്നെ അവനെ നോക്കാതെ അമ്മയ്ക്കും കൊടുത്ത് മുകളിലേക്ക് കയറിപ്പോയി. മോനെ കാശി, നീ പെണ്ണിനെ കണ്ടോ? ലക്ഷ്മി പതിയെ ചോദിച്ചു. അവനൊന്ന് മൂളി. ഡാ ചെക്ക, നീ അവളുടെ മുഖത്തേക്ക് നോക്കിയോ? കലിപ്പിൽ അമ്മ ചോദിച്ചതും അവനില്ല എന്ന് പറഞ്ഞു. ഡാ, വേഗം അവളോട് സംസാരിച്ചു വാ, മുകളിലുണ്ട്. ചെല്ല്. അമ്മ അവനെ തള്ളിവിട്ടു. എനിക്ക് സംസാരിക്കേണ്ട, അമ്മ സംസാരിച്ചാൽ മതി. നീ പോയി സംസാരിച്ചിട്ട് വാടാ. ലക്ഷ്മി കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞതും അവൻ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. ആ സമയം അവൻ്റെ ഹൃദയം കുറച്ച് സ്പീഡിൽ ഇടിക്കുന്നത് പോലെ തോന്നി അവന്. അവരുടെ അച്ഛനും അമ്മമാർക്കും ഹാപ്പി ആയിരുന്നു തൻ്റെ മക്കൾ ഒന്നിക്കുന്നതിൽ. കാശി പതിയെ അവൾ നിൽക്കുന്ന റൂമിലേക്ക് കയറി. അവൾ അപ്പോഴും പുറംതിരിഞ്ഞു നിൽക്കുമായിരുന്നു. അവൻ പതിയെ സൗണ്ട് ഉണ്ടാക്കിയതും അവൾ തിരിഞ്ഞു നോക്കി. ആ സമയം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ മറ്റെങ്ങോ നോക്കി നിന്നു. പിന്നെ അനു രണ്ടും കൽപ്പിച്ച് അവനെ വിളിച്ചു. ഡോ കലിപ്പ, എന്ത് തൻ്റെ വിചാരം? താൻ പ്രതീക്ഷിക്കാത്ത സംസാരം അവളിൽ നിന്ന് വന്നതും അവൻ കലിപ്പിൽ അവളെ ഒന്ന് നോക്കി. അവൻ അന്തം വിട്ട് അവളെ നോക്കി നിന്നു. അവൾ അപ്പോഴും അവനെ നോക്കി ചിരിക്കുമായിരുന്നു. എന്നാൽ കാശിയാണെങ്കിൽ താൻ ആരെയാണോ ആഗ്രഹിച്ചത് ആ പെൺകുട്ടി തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു. അവൻക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്നാണ് അവൻ സ്വബോധത്തിലേക്ക് വന്നത്. അവൻ ആ നിമിഷം തന്നെ അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ ചുവന്നു നിൽക്കുന്ന ചെഞ്ചുണ്ടിനെ കടിച്ചെടുത്തു. ആ നിമിഷം അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവനിൽ നിന്ന് ഇങ്ങനെയൊന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. കാശിയാണെങ്കിൽ അവളുടെ എതിർപ്പിനെയെല്ലാം കാറ്റിൽ പറത്തി അവളുടെ മൃദുലമായ ചുണ്ടിൻ്റെ മധുരം ആസ്വദിച്ചു നുണഞ്ഞു. എന്തോ താൻ ഇതുവരെ ആഗ്രഹിച്ച ആള് തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ അങ്ങനെയാണ് പ്രതികരിക്കാൻ തോന്നിയത്. കാശിയുടെ കൈ അവളുടെ ഇടുപ്പിലൂടെ അലഞ്ഞു നടന്നു.
അനുവും ആ നിമിഷം അവൻ്റെ ചുംബനം ആസ്വദിച്ചു. അത്രത്തോളം തീവ്രമായിരുന്നു അവൻ്റെ ആദ്യ ചുംബനം. മേൽചുണ്ടും കീഴ്ചുണ്ടും അവൻ മാറി മാറി നുണഞ്ഞു. ചുംബനം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ അവൻ തന്നെ പിന്മാറി. ഇനിയും നിന്നാൽ ശരിയാവില്ല എന്ന് അവന് തന്നെ തോന്നി. അവൻ പെട്ടെന്ന് അവളിൽ നിന്നും അടർന്നു മാറി. അനുവും അവനിൽ നിന്ന് മാറി അവളുടെ സാരിയെല്ലാം ക്ലിയർ ചെയ്തു. അവൾക്കെന്തോ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത നാണം തോന്നി. ഷോ, എന്തൊരു മനുഷ്യനാണ്! നിന്റെ ചുണ്ട് ബാക്കിയുണ്ടോ? നിന്റെ ചുണ്ട് ബാക്കി വെക്കല്ല വേണ്ടേ, കടിച്ചു പൊട്ടിക്കുവാണ് വേണ്ടത്. അവളുടെ മൈൻഡ് വോയിസ് കുറച്ച് സൗണ്ട് കൂടിയെന്ന് അവൻ്റെ മറുപടി കേട്ടപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. അവൾ ഇളിച്ചുകൊണ്ട് അവനെ നോക്കി. എന്താടി പുല്ല് ഇളിക്കുന്നേ? ഞാൻ നിന്നെ എത്ര അന്വേഷിച്ചുവെന്ന് നിനക്കറിയാമോ? അവൻ കലിപ്പിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അത് കണ്ടതും അവൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. ഡീ പുല്ല്, മുഖത്തേക്ക് നോക്കടി. നീ കണ്ടതല്ലേ അന്ന് ഞാൻ നിന്നെ നോക്കുന്നത്? പിന്നെ നീ എവിടെയായിരുന്നടി ഇത്രയും കാലം? അത് പിന്നെ ഞാൻ പഠിക്കുമായിരുന്നു, അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. അത് കേട്ടവനൊന്നും പറയാതെ പുറത്തേക്ക് നടന്നു. പിന്നെ നിന്റെ പേരെന്താണ്? അവൻ തിരിഞ്ഞു നോക്കി ചോദിച്ചു. അനുശ്രീ, അവനെ നോക്കാതെ തന്നെ പറഞ്ഞു. മോളെ അനുശ്രീ, നീ കാത്തിരുന്നു എന്നെ കളിപ്പിച്ചതിനുള്ള ശിക്ഷ വാങ്ങാനായി. അവൻ മീശ പിരിച്ചു പറഞ്ഞതും പൊട കാലനാഥ. അതും പറഞ്ഞവൾ ബാൽക്കണിയിലേക്ക് പോയി. ഡീ. അപ്പോഴേക്കും അവൾ ഡോർ അടച്ചിരുന്നു. അവൻ പുഞ്ചിരിയോടെ താഴേക്ക് നടന്നു. എന്തായി മോനെ, സംസാരിച്ചോ? ലക്ഷ്മി ചോദിച്ചതിന് അവൻ അമർത്തിയൊന്ന് മൂളി പുറത്തേക്ക് പോയി. അപ്പം ജലജെ, ശിവേട്ട, ഞാൻ പോവട്ടെ, അല്ലെങ്കിൽ ചെക്കൻ എന്നെ ഇവിടെ ഇട്ടിട്ട് പോവും. അതും പറഞ്ഞവൻ അവൻ്റെ പിന്നാലെ പോയി കാറിൽ കയറി. അമ്മേ, അവൻ കാർ ഓടിക്കുന്നതിനിടയിൽ ദേഷ്യത്തോടെ വിളിച്ചു. എന്താ മോനെ, സർപ്രൈസ് ഇഷ്ടായോ? അമ്മ ചിരിയോടെ ചോദിച്ചു. അമ്മയുടെ ഒരു സർപ്രൈസ്? ഞാൻ എത്ര അവളെ തിരഞ്ഞതാണെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? എന്നിട്ട് അമ്മ പോലും എന്നോടെല്ലാം മറച്ചു വെച്ചില്ലേ? കാശി കുറുമ്പോടെ ചോദിച്ചു. അത് മോനെ, അവളുടെ പഠിപ്പ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയെന്ന് മോളാണ് പറഞ്ഞത്. അപ്പം അമ്മയും സമ്മതിച്ചു, അത്രേ ഉള്ളൂ. അമ്മ അവൻ്റെ കവിളിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു. അവൻ അതിനൊന്ന് മൂളി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഡ്രസ്സ് എടുക്കൽ, താലി, എല്ലാം അതിൻ്റെ വഴിക്ക് നടന്നു. കല്യാണ ദിവസം വരെ പിന്നെ കാശി അവളുടെ അടുത്തേക്ക് ചെന്നിട്ടില്ല. കാരണം ചെക്കനറിയാം അവളെ കണ്ട എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുമെന്ന്. അതുകൊണ്ട് ആ പരിസരത്തേക്ക് പോയില്ല. അനുവിനും അതൊരാശ്വാസമായിരുന്നു. അങ്ങനെ വിവാഹമൊക്കെ അടിപൊളിയായി കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞ് റിസപ്ഷനുമായിരുന്നു. അതും കഴിഞ്ഞു. അനു ഫ്രഷായി വന്നപ്പോഴേക്കും അവൾക്ക് മാറാനുള്ള സാരി അമ്മ അവളുടെ കയ്യിൽ കൊടുത്തു. മോളെ, ഇത് ഉടുത്തു വാ. എന്തിനാമ്മേ, ഈ രാത്രി സാരിയൊക്കെ വേണോ? അതിൻ്റെ നിർബന്ധമുണ്ടോ? അവൾ മടുപ്പോടെ അമ്മയോടായി ചോദിച്ചു. അങ്ങനെ പറയില്ല മോളെ, എല്ലാം അതിൻ്റെ മുറ പോലെ നടക്കട്ടെ. അതും പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി. അവൾ പിന്നെ മനസ്സില്ലാ മനസ്സോടെ കലിപ്പനെ മനസ്സിൽ പ്രാഗി സാരി ചുറ്റാൻ തുടങ്ങി. കാശിയാണെങ്കിൽ ബാൽക്കണിയിൽ അവൻ്റെ പ്രണയിനിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. അനു സാരി എടുത്ത് ഡോറ് തുറന്നതും അമ്മ പാൽ ഗ്ലാസ് കൊണ്ട് അങ്ങോട്ടേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. അവൾ ലക്ഷ്മിയെ ദയനീയമായി ഒന്ന് നോക്കി. അത് കണ്ടതും അമ്മ പുഞ്ചിരിയോടെ അവളുടെ കയ്യിലേക്ക് പാൽ ഗ്ലാസ് കൊടുത്തു. മോളി ചെല്ല്, പോയി കിടന്നു. അതും പറഞ്ഞ് മുകളിലേക്കുള്ള സ്റ്റെപ്പിൽ പറഞ്ഞു വിട്ട് അവൾ അവരെ ഒന്ന് നോക്കി സ്റ്റെപ്പുകൾ കയറി. ഇതുവരെ ഇല്ലാത്തൊരു പേടി അവളുടെ ഉള്ളിൽ നിറയാൻ തുടങ്ങി. കാശിയെ ഓർത്തതും അവളിൽ ആദ്യം ഓർമ്മ വന്നത് അവൻ്റെ അടാറ് ചുംബനമായിരുന്നു. അറിയാതെ അവളുടെ കയ്യിലെ ഗ്ലാസ്സിൽ നിന്നും കുറച്ച് പാല് ഒന്ന് തുളുമ്പി. എന്നാലും അവൾ ധൈര്യം സംഭരിച്ച് റൂമിലേക്ക് കയറി. ഡോറ് തുറന്നകത്ത് കയറിയതും അവിടെയൊന്നും അവൾ അവനെ കണ്ടില്ല. അവൾ ഡോറ് ക്ലോസ് ചെയ്ത് ടേബിളിലേക്ക് ഗ്ലാസ് വെച്ചു. തിരിഞ്ഞാനാഞ്ഞതും അവളുടെ ചെവിക്കരയിൽ ഒരു ചുടുനിശ്വാസം അനുഭവപ്പെട്ടു. അവളൊന്ന് വിറച്ചുപോയി. ശ്രീ, പതിയെ വളരെ ആർദ്രമായി അവളിലേക്ക് അമർന്നവൻ വിളിച്ചു. അവൾ അറിയാതെ ഒന്ന് മൂളിപ്പോയി. നീ എന്തിനാ പെണ്ണെ ഇത്രയും കാലം എന്നിൽ നിന്ന് മാറി നിന്നത്? എനിക്ക് നിന്നെ എത്ര മുൻപേ സ്വന്തമാക്കാമായിരുന്നു. അത് നീ തന്നെ ഇല്ലാതാക്കി എന്നിൽ നിന്ന് മറഞ്ഞു നിന്നില്ലേ? അവൻ പ്രണയാർദ്രമായി അവളോട് പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ പ്രണയവാക്കുകൾ ആസ്വദിച്ച് കണ്ണടച്ചിരുന്നു. ശ്രീ, എന്താ പെണ്ണെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്ത് സുന്ദരിയാണടി നീ. നിന്നിലേക്ക് എന്നെ വല്ലാതെ അടുപ്പിക്കുന്ന എന്തോ ഒന്ന് നിന്നിലുണ്ട്. അതെന്താണെന്ന് പോലും എനിക്കറിയില്ല.
അവളുടെ വയറിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് നിർത്തി അവൻ പറഞ്ഞു. അവൻ്റെ ശരീരത്തിലെ ചൂട് അവളിലേക്ക് പടർന്നു. നീ എൻ്റെ അരികിൽ വന്നാൽ നിന്നിൽ മാത്രം ഞാൻ അടിമപ്പെട്ടു പോകുവാണ് പെണ്ണെ. അത്രത്തോളം നിന്നെ ഞാൻ പ്രണയിക്കുന്നുണ്ടടി കാന്താരി. അവളുടെ പുറംകഴുത്തിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൻ്റെ ആ ചുംബനത്തിൽ അവളൊന്ന് പുളഞ്ഞുപോയി. എന്താണ് വാവേ, എൻ്റെ ഒരു ചുംബനം പോലും നിനക്ക് താങ്ങാൻ വയ്യേ? അപ്പം പിന്നെ എങ്ങനെ നീ എന്നെ മൊത്തത്തിൽ താങ്ങും? അവൻ അവളെ തിരിച്ചു നിർത്തി ചോദിച്ചു. ചി പോടാ, വൃത്തികേട് പറയാതെ. അതും പറഞ്ഞ് അവൾ അവനിൽ നിന്ന് പോവാനാഞ്ഞതും അവളുടെ സാരിയുടെ മുന്താണിയിൽ അവൻ്റെ പിടി വീണു. അവൻ അതിൽ പിടിച്ചു വലിച്ചതും അവൾ പെട്ടെന്ന് സ്റ്റെക്കായി നിന്നു. എന്താണ്, നീ പോകുന്നില്ലേ? എന്നെ ഇത്രയും കാലം പറ്റിച്ചതും പോരാ, ഇനിയും പറ്റിക്കാൻ നോക്കുന്നു നീ? അതും പറഞ്ഞ് മുന്താണി ഒറ്റ വലി. അതിലെ പിൻപൊട്ടി അവൻ്റെ മുന്നിലെത്തിയിരുന്നു അവൾ. ആ നിമിഷം തന്നെ അവൾ സാരിയെ കൈകൊണ്ട് മുറുകെ പിടിച്ചു. കാശി പ്ലീസ്, കൈയെടുക്ക്. ആഹാ, ഞാൻ കൈയെടുക്കാം. അതിനു മുൻപേ നമുക്ക് കുറച്ച് പരിപാടിയില്ലേ? അത് കഴിഞ്ഞിട്ട് പോരെ കൈയെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. അവളുടെ ആദരങ്ങൾ ഞെരിച്ചുകൊണ്ട് കാശി പറഞ്ഞതും അവൾ സാരിയെ പിടിച്ച് കണ്ണടച്ചു നിന്നു. അവളുടെ ആദരങ്ങളുടെ മൃദുലത അവൻ്റെ കൈ അറിഞ്ഞതും അവനിലൊരു തരിപ്പ് അനുഭവപ്പെട്ടു. ഇനിയും നിന്നാൽ താൻ അവളെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതോർത്തവൻ പാൽ ഗ്ലാസ് എടുത്ത് അവൾക്ക് കൊടുത്തു. എനിക്ക് വേണ്ട കാശി, നിങ്ങൾ കുടിച്ചോ, അവൾ അവനെ നോക്കാതെ പറഞ്ഞു. അപ്പോഴും അവളുടെ മനസ്സിൽ തൻ്റെ കൈവിട്ടാൽ തൻ്റെ മാറിടങ്ങൾ അവന് മുന്നിൽ വെളിവാകുമെന്ന പേടിയായിരുന്നു. കാശി ആ സമയം അവളിലെ വെപ്രാളം ആസ്വദിച്ച് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി പാൽ കുടിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ അവളുടെ ചുണ്ടിലേക്കും ഗ്ലാസ് വെച്ചു കൊടുത്തു. വാവേ, കുറച്ച് കുടിക്ക്, എനർജി വേണ്ടേ നമുക്ക്? എൻ്റെ കുഞ്ഞ് ക്ഷീണിക്കും, കുറച്ചെങ്കിലും കുടിക്ക്, അവൻ പ്രണയാർദ്രമായി പറഞ്ഞു. അവൾ പോലും അറിയാതെ ആ ഗ്ലാസ്സിലെ പാൽ മുഴുവനായും കുടിച്ചു. പിന്നെ അവൾ വാഷ് ചെയ്യാൻ പോവാൻ നിന്നതും അവനിലേക്ക് വലിച്ചടുപ്പിച്ച് അവളുടെ ആദരങ്ങളെ കടിച്ചു നുണഞ്ഞു. ആ പാലിനെ അവൻ വലിച്ചെടുക്കും പോലെ ഉള്ള ചുംബനമായിരുന്നു. അനുവിൻ്റെ കൈ സാരിയിൽ മുറുകി, ഷോൾഡറിലെ കൈ പതിയെ അഴഞ്ഞു. അതിന് കൂടെ തന്നെ അവൻ അവളിലെ മുന്താണി ഭാഗം വലിച്ചിട്ടു. അവനിലെ ആ പ്രവൃത്തി അവളിൽ പേടിയുളവായി. അവൾ അവനിൽ നിന്നും കുതറാൻ ശ്രമിച്ചു. പക്ഷേ അവൻ പിന്മാറാതെ ചുംബിച്ചുകൊണ്ടിരുന്നു. കാശിയുടെ കൈ അവളുടെ നഗ്നമായ അണിവയറിൽ സ്ഥാനം പിടിച്ചു. ആദ്യമായി അവൻ്റെ വിരലിൻ്റെ ചൂടറിഞ്ഞതും അവളുടെ വയറൊന്ന് കുഴിഞ്ഞുപോയി. അതിനൊപ്പം തന്നെ അവൾ ഒന്ന് ഉയർന്നു പൊങ്ങി. അവളുടെ ആ പ്രവൃത്തി അവനിൽ കൂടുതൽ ആവേശം ചെലുത്തി. അവളുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും അവൻ മാറി മാറി നുണഞ്ഞു. ഇതുവരെ താൻ അനുഭവിക്കാത്തൊരനുഭൂതിയായിരുന്നു രണ്ടാൾക്കും. ഇത്രയും വർഷത്തെ തൻ്റെ പ്രണയം, അതിൽ നിന്നും ലഭിക്കുന്ന ചുംബനം അവളെ വല്ലാതെ തളർത്തി. ഒരുപാട് വർഷം താൻ അന്വേഷിച്ച് നടക്കുന്ന തൻ്റെ പെണ്ണ് പെട്ടെന്ന് തനിക്ക് മാത്രം സ്വന്തമെന്നറിഞ്ഞപ്പോൾ ഉണ്ടായ അവൻ്റെ സന്തോഷമായിരുന്നു ആ ചുംബനം. ഇനിയും ഈ ചുംബനം നീണ്ടുപോയാൽ തനിക്ക് ശ്വാസം കിട്ടില്ല എന്ന് തോന്നിയതും അവൾ അവനെ പുറകിലേക്ക് തള്ളി. അവളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവൻ പുറകോട്ടൊന്ന് ആഞ്ഞുപോയി. എന്തടി പെണ്ണെ, എന്നെ മറിച്ചിടുവോ നീ? അവൻ്റെ ആദരങ്ങൾ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അതിനവളൊന്ന് ചിരിച്ചു. അപ്പോഴാണ് അവൻ അവളെ ശരിക്കും കാണുന്നത്. ആഞ്ഞു ശ്വാസം എടുക്കുന്നത് കൊണ്ട് അതിനനുസരിച്ച് ഉയർന്നു പൊങ്ങുന്ന തുടുത്ത മാറുകൾ, നല്ല വെളുത്ത നിറമുള്ള അണിവയറും കുഴിഞ്ഞു നല്ല ഭംഗിയുള്ള നാഭിച്ചുഴിയും അവനെ വല്ലാതെ ആകർഷിച്ചു. അവൻ കൊതിയോടെ ഒരു നിമിഷം നോക്കി നിന്നു. അവിടെയെല്ലാം അവൻ്റെ ആദരങ്ങൾ കൊണ്ട് ചുംബിക്കാനും നാവ് കൊണ്ട് തലോടാനും അതിയായി കൊതിച്ചു അവൻ. അവൻ്റെ ശരീരം അവളെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കാണും തോറും വിറയർക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവൾ തൻ്റെ വേഷം ശ്രദ്ധിച്ചത്. അവൾ ഞെട്ടിക്കൊണ്ട് തൻ്റെ മാറിടങ്ങളിൽ കൈവച്ച് തിരിഞ്ഞു നിൽക്കാൻ നിന്നതും അവളെ അവൻ പൊതിഞ്ഞു പിടിച്ചതും ഒരുമിച്ചായിരുന്നു. എൻ്റെ പെണ്ണെ, ഇന്ന് നീ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട് എന്നറിയാം. പക്ഷേ നീ ഇങ്ങനെ എൻ്റെ മുന്നിൽ നിന്നാൽ ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്യും? എനിക്കിവിടെയൊക്കെ കടിച്ച് തിന്നാൻ തോന്നുക. അവളുടെ ഉയർന്നു നിൽക്കുന്ന മാറിടങ്ങളിൽ കൈയമർത്തി അവൻ പറഞ്ഞു. അറിയാതെ അവനിൽ നിന്ന് ഒരു സൗണ്ട് വന്നു. എന്ത് സോഫ്റ്റാണ് പെണ്ണെ ഇവിടെ. അതും പറഞ്ഞ് അവളുടെ ഇരുമാറിനെയും അവൻ ഞെരിച്ചുടച്ചു. അവളൊന്ന് ഉയർന്നു പൊങ്ങി. കാശിയേട്ടാ, അവൾ അറിയാതെ വിളിച്ചുപോയി. അവളുടെ ആ വിളി അവൻ്റെ കടിഞ്ഞാൻ പൊട്ടിക്കുന്നവയായിരുന്നു.
അവളെ തിരിച്ചു നിർത്തി അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ അതിരങ്ങൾ പതിഞ്ഞു. അനുവിൻ്റെ കൈ അവൻ്റെ പുറത്തമർന്നു. അവളുടെ കഴുത്തിലെ ഞരമ്പിനെ കടിച്ചും നുണഞ്ഞും അവൻ ആസ്വദിച്ചു. അവിടെ നിന്നും അവൻ്റെ അതിരം താഴേക്ക് സഞ്ചരിച്ചതും അവൾ അവനെ തള്ളി മാറ്റി തിരിഞ്ഞു നിന്നും തൻ്റെ മാറിടങ്ങളെ പൊതിഞ്ഞു പിടിച്ചു. അപ്പോൾ അവൾ കിതച്ചിരുന്നു. എന്നാൽ അവളുടെ ആ പ്രവൃത്തി അവൻക്കിഷ്ടപ്പെട്ടില്ല. അവൻ ദേഷ്യത്തോടെ അവിടെ നിന്നും പോവാൻ നിന്നതും കാശിയേട്ടാ സോറി അത് പറഞ്ഞ് അവനെ ഇറുക്കെ പുണർന്നു. എന്നിട്ടും കാശിയുടെ പിണക്കം മാറിയില്ല. അവൻ അവളെ അടർത്തി മാറ്റി പോവാൻ നോക്കി. പ്ലീസ് കാശിയേട്ടാ എന്നോട് പിണങ്ങല്ലേ, എനിക്കെന്തോ പോലെ തോന്നി, അതാ ഞാൻ തള്ളി മാറ്റിയത്, സോറി. പോടി. അതും പറഞ്ഞ് അവളെ ഉന്തി മാറ്റിയതും ആ നിമിഷം തന്നെ അവൾ അവൻ്റെ അതിരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. അവളുടെ ആ ചുംബനത്തിൽ ഉണ്ടായിരുന്നു അവനോടുള്ള പ്രണയം മുഴുവൻ. അത്രത്തോളം തീവ്രമായ ചുംബനമായിരുന്നു. അവളിൽ നിന്നും ഇങ്ങനെയൊന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അവൻ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവളുടെ ചുംബനം അവനും ആസ്വദിച്ചു. അവളുടെ ശരീരത്തിലൂടെ അവൻ്റെ കൈ ഓടി നടന്നു. അവൻ്റെ ഇരു അതിരങ്ങളും അവൾ വലിച്ചു നുണഞ്ഞു. അത് വല്ലാത്തൊരു ഫീലാണ് അവന് നൽകിയത്. ഒരപ്പൂപ്പൻ താടി പോലെ പാറി പറക്കുന്നത് പോലെ തോന്നി അവന്. പെട്ടെന്ന് അവൾ അകന്നു മാറിയതും അവനെ ഏറ്റെടുത്തു ആ ചുംബനം. അതിരങ്ങൾ കടിച്ചും വലിച്ചും നുണഞ്ഞു. ഇരുമ്പ് ചുവയും ഉപ്പ് രസവും വന്നതും അവൻ പിന്മാറി അവളുടെ മാറിലേക്ക് അമർന്നു. അവളൊന്നുയർന്നു പൊങ്ങി. ഇതുവരെ തങ്ങൾ രണ്ടുപേരും അറിയാത്തൊരു സുഖമായിരുന്നു അനുഭവപ്പെട്ടത്. അവളുടെ ബ്ലൗസിൻ്റെ ഹുക്കുകൾ അവൻ കടിച്ചെടുത്ത് ബ്ലൗസിനെ ഊരി മാറ്റി. അവളുടെ ഇന്നറിൽ നിറഞ്ഞ കുറച്ചു ഭാഗം പുറത്തേക്ക് തുറിച്ചു നിൽക്കുന്നത് അവൻ കൊതിയോടെ നോക്കി നിന്നു. പിന്നെ അവളിൽ നിന്നും സാരി മുഴുവൻ ഊരി മാറ്റി അവൻ്റെ ടീഷർട്ടും ഊരി മാറ്റി അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. ആ നിമിഷം അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു അവൻ. എന്താടി പെണ്ണേ, നിന്റെ ശരീരം ഒരു പഞ്ഞിക്കെട്ട് പോലെയാണല്ലോ, ഒരു പ്രത്യേകതരം സോഫ്റ്റാണ് പെണ്ണേ. അവളുടെ ചെവിയെ വായിലാക്കി നുണഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. അത് കേട്ടതും അവൾ അവനെ അവളിലേക്ക് അമർത്തി പിടിച്ചൊന്ന് പുഞ്ചിരിച്ചു. അത് അവനിൽ കൂടുതൽ അവളെ അറിയാൻ തോന്നി. അവൻ അവളുടെ ഇന്നറിലെ മാറിലേക്ക് അമർന്നു. ഇതുവരെ താൻ അറിയാത്തൊരു ലോകത്തെത്തിയൊരു ഫീലായിരുന്നു. അവളെ കടിച്ചും ഞെരിച്ചും നുണഞ്ഞും അവളെ തളർത്തി. അവളുടെ കൈ ബെഡ്ഷീറ്റിൽ അമർന്നു. പെട്ടെന്ന് അവൻ അവളുടെ മാറിനെ പൂർണ്ണ നഗ്നയാക്കി. അവനിലെ വികാരം അവളിലേക്ക് നിറച്ചുകൊണ്ടിരുന്നു. ഇരുമാറിനെയും അവൻ കടിച്ചു നുണഞ്ഞു. അവളിലെ ഓരോ മൂളലും അവനെ കൂടുതൽ തളർത്തി. മാറിൽ നിന്നും വയറിലേക്ക് അവൻ സഞ്ചാരപാത തീർത്തു. എന്തോ ഇതുവരെ ഇല്ലാത്തൊരു വെപ്രാളം അവളിൽ വന്ന് മൂടാൻ തുടങ്ങി. അവൻ്റെ അതിരം അവളുടെ വയറിൽ അമർന്നതും അവൾ ബെഡിൽ നിന്നും ഉയർന്നു പൊങ്ങി. കാശി പ്ലീസ്, അവൾ അറിയാതെ പറഞ്ഞു പോയി. പക്ഷെ അവൻ അതൊന്നും കേട്ടില്ല. അവൾ എന്ന മായാജാലത്തിൽ അവൻ കുടുങ്ങിപ്പോയിരുന്നു. അവളുടെ നാഭിച്ചുഴിയുടെ ആഴമളക്കാൻ കൊതിച്ചതും അവൻ അതിലേക്ക് നാവിനെ കുത്തിയിറക്കി. അവളുടെ മൂളലുകളും കുറുകലുകളും ആ റൂമിൽ അലയടിച്ചു. അവൻ്റെ മുടിയിൽ അവളുടെ കൈ അമർന്നു. അവിടെ നിന്നും തല ഉയർത്തി അവളുടെ ബാക്കി ഡ്രസ്സിനെ അഴിച്ചു മാറ്റി. ആ സമയം തന്നെ അവളുടെ കൈ ലൈറ്റ് സ്വിച്ചിലേക്ക് പോവാനാഞ്ഞതും അവൻ തടഞ്ഞിരുന്നു. പ്ലീസ് ശ്രീ, എനിക്ക് നിന്നെ ഒരു മറയുമില്ലാതെ കാണണം. പ്ലീസ്, നീ എൻ്റെ വാവയല്ലേ പെണ്ണെ. എൻ്റെ മുന്നിൽ ഇനി ഒരു മറയും വേണ്ട. എനിക്ക് കാണണം പെണ്ണെ, എൻ്റെ പെണ്ണിനെ മൊത്തമായിട്ടും. അവളുടെ അതിരങ്ങളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ. അത് കേട്ടതും അവൾ കണ്ണുകൾ ഇറുക്കെ അടച്ചു. ആ നിമിഷം തന്നെ അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഊതി. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. നിന്റെ കണ്ണിലേക്ക് നോക്കി വേണം എനിക്ക് നിന്നിലേക്ക് ആഴ്ന്നിറങ്ങാൻ. അത് പറഞ്ഞതും അവളിൽ വല്ലാത്തൊരു ജാള്യത തോന്നി. അവൻ്റെ കണ്ണിലേക്ക് നോക്കാൻ മടി തോന്നി. താൻ പൂർണ്ണ നഗ്നയാണ് എന്നത് അവളെ തളർത്തി. അവൻ മൂർത്താവിൽ ചുംബിച്ചുകൊണ്ട് അവളുടെ നോട്ടത്തിലൂടെ സമ്മതം വാങ്ങി. അവളുടെ മാറിനെ നുണഞ്ഞ് അണിവയറിനെ തലോടി താഴേക്ക് സഞ്ചരിച്ചതും അവളിൽ ഒരു വെള്ളിടി വെട്ടി. കാശിയേട്ടാ വേണ്ട. അത് കേട്ടതും അവൻ ശാസനയോടെ അവളെ നോക്കി. പ്ലീസ് ശ്രീ, എന്നെ തടയരുത്. നിന്റെ ഓരോ അണുവിലും എൻ്റെ ചുംബനം എത്തണം. ആ തലോടലിൽ വേണം നിന്നെ സ്വന്തമാക്കാൻ. അതും പറഞ്ഞ് അവളുടെ ശരീരത്തിൽ അവൻ ചുംബിച്ചുണർത്തി. അവളിലെ ശീൽക്കാര ശബ്ദം അവനെ കൂടുതൽ ആവേശം ചെലുത്തി. ചുംബിച്ചും തലോടിയും അവളിലെ സ്ത്രീയെ ഉണർത്തി. പെട്ടെന്ന് അവളുടെ അതിരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. ആ സമയം തന്നെ അവളുടെ കാലിനെ അവൻ വിടർത്തി വെച്ച് അവൾ എന്ന പെണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി. കാശിയേട്ട വേദനിക്കുന്നു. അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായപ്പോൾ അവൾ പറഞ്ഞുപോയി. ബാവേ, ഇപ്പം മാറും. അതും പറഞ്ഞ് അവളുടെ മൂർത്താവിൽ ചുംബിച്ച് വീണ്ടും അവനിലെ പുരുഷനെ അവളിലേക്ക് താഴ്ത്തി.
അവളിൽ നിന്ന് ശീൽക്കാരം അവനെ കൂടുതൽ ചൂട് പിടിപ്പിച്ചു. അവൻ വീണ്ടും വീണ്ടും അവൾ എന്ന പെണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. വാവേ, ഇപ്പം വേദന മാറിയില്ലേ? അതിനവളൊന്ന് മൂളി. അവളുടെ മൂളൽ കേട്ടതും അവനിൽ ആവേശം നിറച്ചു. അതിനനുസരിച്ച് അവനിൽ സ്പീഡും കൂടി. രാത്രിയുടെ ഏതോ യാമത്തിൽ അവളെന്ന പെണ്ണിനെ പൂർണ്ണമായും അവൻ സ്വന്തമാക്കി. വിയർത്ത് കുളിച്ച് തളർന്ന അവളുടെ മാറിലേക്ക് അവൻ വീണു. രണ്ടുപേരിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. എല്ലാ അർത്ഥത്തിലും അവർ രണ്ടുപേരും ഒന്നായിരിക്കുന്നു. ഇനി കാശിയും അവൻ്റെ മാത്രം ശ്രീയും ഒരുപാട് കാലം ജീവിക്കട്ടെ, സന്തോഷത്തോടെയും സമാധാനത്തോടെയും.